way the debt comes to us. നമ്മളിലോട്ട് കടം വന്നു ചേരുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. 90% ആളുകൾക്കും കടം വരുന്ന വഴിയാണ് ഞാൻ ഈ പറയുന്നത്. വളരെ കെയർഫുൾ ആയിരിക്കണം. ജീവിതത്തിന് അത്യാവശ്യമായ 3 കാര്യങ്ങളാണ്. 1, നമ്മെ അറിയാത്ത അല്ലെങ്കിൽ നമ്മെ കാണാത്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ എന്തുണ്ടാവുന്നു, അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ബിൽഡിങ്ങുകളും വാഹനങ്ങളും വാരിക്കൂട്ടുന്നു. അവസാനം കടക്കാരനാവും. നമ്പർ 2, നമ്മളോട് ചോദിക്കണം, ക്യാൻ ഐ അഫോർഡ് ഇറ്റ്? ക്യാൻ അലി ഡോക്ടർ അഫോർഡ് ഇറ്റ്? ക്യാൻ ഡോക്ടർ അലി അഫോർഡ് ഇറ്റ്? എൻ്റെ വാഹനം എനിക്ക് അഫോർഡബിൾ ആണോ? ഞാൻ താമസിക്കുന്ന വീട് എനിക്ക് അഫോർഡബിൾ ആണോ? ഞാൻ നിങ്ങളെ മുന്നിൽ നിൽക്കുന്ന ഈ സ്ക്രീൻ വാങ്ങാൻ എനിക്ക് അഫോർഡബിൾ ആയിട്ടാണോ ഞാൻ വാങ്ങിയത്? ഇത് നമ്മൾ നമ്മോട് ചോദിക്കേണ്ട കാര്യമാണ്. 3, സ്വന്തത്തെ അറിയുക എന്നുള്ളതാണ്. എനിക്ക് എന്നെക്കുറിച്ച് അറിയുന്ന പോലെ നിങ്ങൾക്കാർക്കും എന്നെക്കുറിച്ച് അറിയില്ല. ഈ കേൾക്കുന്ന ഓരോ ആളുകൾക്കും അവർക്കേ അവരെ കുറിച്ച് കറക്റ്റ് അറിയൂ. അതറിഞ്ഞില്ലേ, ഷുവർ കടക്കാരനാവും. കടക്കാരനായാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ആ കടമെടുക്കുന്ന സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ അടുത്ത ലൈഫ് അവന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. ആ ലൈഫ് മാറ്റി വെക്കണമോ? അപ്പൊ നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണമോ, അതോ ബാങ്കോ അല്ല മറ്റ് ഫിനാൻസ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി ജീവിക്കണോ? ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. Okay, I'm Dr. Ali, aliarimbrasidentclinic.com. Thank you.